ഹായ് ഗൈസ്, വെൽക്കം ടു മൊമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് മൊമാസ് കിച്ചണിൽ ഒരുക്കുന്നത്. മാമ്പഴക്കാലമായാൽ പണ്ടുകാലത്ത് വീടുകളിലൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു രുചിയേറുന്ന വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി. അതിരുചികരമായ ഈ വിഭവത്തിന്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജാണ് ഇന്ന് മൊമാസ് കിച്ചണിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ്. ഇനി നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നല്ല വിളഞ്ഞു പഴുത്ത നാടൻ മാമ്പഴമാണ്. ഈ നാടൻ മാമ്പഴത്തിന് നല്ല നൂറുള്ള മാങ്ങയാണെങ്കിൽ നല്ല കൊഴുപ്പും നൂറും നന്നായിട്ട് കിട്ടും കറി വെക്കുമ്പോൾ. അപ്പം ഇത് നല്ല കാമ്പുണ്ട് ഈ മാമ്പഴത്തിന്. വിളഞ്ഞു പഴുത്ത 4 നാടൻ മാമ്പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനായിട്ട് നമ്മൾ ഒരു മുറി പച്ചത്തേങ്ങ ചിരവിയതായത് ഇതിന് ചേർക്കാനായിട്ടുള്ളത്. പിന്നെ ഒരു 2-3 ദളം ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 ദളം വെളുത്തുള്ളി, ഒരു നുള്ള് ജീരകം, 2 പച്ചമുളക് പിളർന്നത്, ഒരു സ്വല്പം വേപ്പില. ഇത്രയും ഈ തേങ്ങയുടെ കൂടെ ചേർത്ത് അരയ്ക്കാനുള്ളതാണ്. നമുക്ക് പുളിയില്ലാത്ത കട്ട തൈര് സ്വല്പം ഉടച്ചെടുത്ത കട്ടിയുള്ള 1.5 കപ്പ് മോരാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കട്ടിയുള്ള മോരാണെങ്കിൽ പുളിശ്ശേരി നല്ല കുറുകിയിരിക്കും. ഈ മാമ്പഴം ഇതിനു വേണ്ടി എടുക്കണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൂക്ക് ചെത്തിക്കളഞ്ഞിട്ട് തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കും. പൊളിച്ചെടുത്തിട്ടാണ് കലത്തിൽ നമ്മൾ വേവിക്കുന്നത്. ഇത് നമുക്ക് ലൈവ് കാണിക്കാം. നല്ല സ്മെല്ല്, നല്ല നല്ല മണവുമാണ്. ചെനയുടെ ഒരു മണമുണ്ട് മാമ്പഴത്തിന്. പിന്നെ നല്ല നൂറുമുണ്ട് കാമ്പ്. അപ്പൊ കറി വെച്ചാൽ നല്ല കൊഴുപ്പായിരിക്കും. ഇങ്ങനെ പൊളിച്ചാണ് നമ്മൾ വേവിക്കാൻ വെക്കണത്. ഇങ്ങനെ പൊളിച്ച് അതിലേക്കൊരു സ്വല്പം മുളക് പൊടിയും സ്വല്പം മഞ്ഞപ്പൊടിയും സ്വല്പം ഉപ്പും ഇട്ടാട്ടോ വേവിക്കണത്. സ്വല്പം വെള്ളം ഒഴിച്ച് വേവിക്കണം. ഒരു 3 മിനിറ്റ് മതി വേവ്. പഴുത്ത മാങ്ങയല്ലേ. എന്നിട്ട് നമുക്ക് പിന്നെ അരക്ക് ചേർക്കാം അതിലേക്ക്. നമ്മൾ ഇത് ഇത് മാമ്പഴക്കറിക്ക് എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ് പഴുത്തതാണെങ്കിൽ നല്ല രുചിയാവുള്ളൂ. അല്ലെങ്കിൽ മാങ്ങയ്ക്ക് കൂടുതൽ പുളി വരും. മോരിന്റെ പുളിയും കൂടെ കൂടുമ്പോൾ പുളിസ്വാദ് മുമ്പിൽ നിൽക്കും. ഇത് വിളഞ്ഞ് പഴുത്തതാകുമ്പോൾ ആ മധുരവും മോരിന്റെ പുളിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിന് പിന്നെ നല്ല ചെനക്കുത്തൊരു മണമുള്ളത് കൊണ്ട് നല്ല രുചിയല്ലേ ഇതിന്റെ കറി. പിന്നെ നല്ല കാമ്പും കിട്ടും. നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞരടി കൊടുക്കണം വേവിക്കുന്നതിന് മുമ്പ്. ഇപ്പം എന്നാന്ന് വെച്ചാൽ 100 അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി പെട്ടെന്ന് ചൂടായി കഴിയുമ്പോഴേ വേവാവും. പണ്ടൊക്കെയും നമ്പൂരിമാരുടെ ഇല്ലങ്ങളിലൊക്കെയും ചന്ദ്രക്കാര മാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്. ഒരു വലിയ മാവായിരിക്കും. അത് ഒരു കൊലയിൽ 10-30 എണ്ണം ഉണ്ടാവും. കുഞ്ഞു മാങ്ങ. പക്ഷെ അത് വളരെ രുചികരമാണ്. വളരെ സ്മെല്ലും ആണെങ്കിലും അതിനൊരു ഡിഫക്റ്റ് ഞാൻ കണ്ടത് എന്നാന്ന് വെച്ചാൽ 100 തീരെ കുറവാണ്. പക്ഷെ നല്ല രുചികരമാണ്. ഇതും ഒട്ടും മോശമല്ല. നമ്മൾ പലപ്പോഴും ഉണ്ടാക്കാറുള്ളതല്ലേ ഈ മാമ്പഴ കറി. മാങ്ങ ആ മാങ്ങയ്ക്ക് കാമ്പ് കുറവായിരിക്കും. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. ഇനി നമ്മൾ ഇത് ഒരു സ്വല്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. പിന്നെ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എത്ര വേണമെന്നുള്ളത്. ഉപ്പ് സ്വല്പം മുളക് പൊടി ചേർത്താൽ മതി. എന്നാന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കണ്ടല്ലോ. സ്വല്പം മുളക് പൊടി, ഒരു
പൊടിക്ക് മഞ്ഞപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ ഇച്ചിരി വേപ്പില ഇടാം. ചേർത്തിട്ട് നമുക്ക് ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ട് വേവിക്കാൻ വെക്കാം. ഇനി നമ്മൾ മോരുകറിക്കായിട്ട് അരയ്ക്കാൻ എടുക്കുക കേട്ടോ. അരയ്ക്കാനായിട്ട് ഒരു മുറി പച്ചത്തേങ്ങ, ഒരു സ്വല്പം ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പൊടിക്ക് ജീരകം, ഒരു 3-4 ദളം ചുമന്നുള്ളി, ഒരു 4-5 ദളം വെളുത്തുള്ളി, സ്വല്പം വേപ്പില, 1-2 പച്ചമുളക്. ഒരു പച്ചമുളക് അരിഞ്ഞിട്ടേൽ അല്ല വേവിക്കാനിട്ടേൽ ചേർത്തുകൊണ്ട് ഇതിലൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ അരയ്ക്കാനായിട്ട് വെള്ളത്തിൻ്റെ കൂടെ ഒരു സ്വല്പം മോര് ചേർത്ത്, മോര് കറിക്ക് മാത്രം അരച്ചു കഴിഞ്ഞാൽ സ്വല്പം കൂടി ടേസ്റ്റ് ഉണ്ടാവും അരപ്പിന്. മോര് കറിയല്ലേ വെക്കണത്, അപ്പം അതിൽ സ്വല്പം മോര് ചേർത്ത് അരയ്ക്കണം. അപ്പം ഇച്ചിരി കൂടെ രുചിയായിരിക്കും അരപ്പ്. ഇനി നമുക്ക് അരച്ചെടുക്കാം. നേരത്തേക്ക് കറി വേവാവും. ഇനി നമ്മൾ ഈ അരപ്പില്ലേ ഈ മോരിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. തേങ്ങ അരച്ചത്, തേങ്ങ ഉള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ചത്. മോരാണോ എടുക്കേണ്ട തൈരാണോ എടുക്കേണ്ട? കട്ട മോര്, അതായത് തൈര് ഇങ്ങനെ ഒന്നടിച്ചാൽ മതി. ദേ കൊഴുപ്പ്, നല്ല കൊഴുപ്പുള്ള കട്ട. തൈര് ഉടച്ചെന്നാ എടുക്കണത്. തൈരും കൊണ്ട് കറി ഉണ്ടാക്കൂലല്ലോ. തൈര് ഉടച്ച എടുക്കണത് കട്ട മോര്. തൈര് ഉടച്ച് കട്ട മോര്. അധികം നമ്മൾ ഉടച്ച എന്നാന്ന് വെച്ചാൽ വെള്ളം പോലെയാവും മോര്. അത് കൊള്ളൂല, കൊഴുപ്പ് വേണം. നമ്മൾ 1.5 കപ്പാട്ടോ അപ്പം എടുത്തേക്കണത് ആ കപ്പിന്. ഇനി നമ്മുടെ ഇല്ലേ ഈ മാമ്പഴ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിരുന്നത്. ഇനി നമ്മൾ തീ കുറച്ച് വെച്ച് ഈ അരപ്പും മോരും കൂടെ ചേർത്ത് മിക്സ് ആക്കി ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക, കലത്തിലേക്ക്, വേവിച്ച മാമ്പഴത്തിലേക്ക് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി ഇതൊന്ന് ചൂടാവണം. തിളക്കരുത്. തിളച്ചു കഴിഞ്ഞാൽ മോര് ചേർക്കണോണ്ട് ചിലപ്പോൾ പിരിയാൻ സാധ്യതയുണ്ട്. മോരല്ലേ ഇതിലേക്ക് ഒഴിക്കണത്, അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് ചേർത്തേക്ക അതിലുള്ളത്. പിന്നെ നമുക്ക് ഉപ്പൊക്കെ പാകണമെന്ന് നോക്കണം. ഞാൻ ഉപ്പിട്ട് അത് വേവിച്ചെങ്കിലും മോരിന് പുളി ഉണ്ടാവൂലേ, അപ്പൊ കുറച്ച് ഉപ്പും കൂടെ ചിലപ്പോൾ വേണ്ടി വരും. ഒരു പൊടിക്കുപ്പ് ചേർത്താൽ മതി. നമ്മളിപ്പോൾ മോരും അരപ്പും എല്ലാം ഇതിലേക്ക് ചേർത്തില്ലേ. ഇനി നമ്മൾ ഇത് ഈ മൺകലത്തിലാട്ടോ നമ്മളിത് ഉണ്ടാക്കണത്. ഇത് ഏറ്റവും നല്ലത് ഉണ്ടാക്കാൻ ഈ കൽച്ചട്ടിയാ പണ്ട് കാലത്തുള്ള. അത് നമ്മുടെ കസ്റ്റഡിയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മൺകലത്തിലാണ് വെക്കുന്നത്. അലൂമിനിയം പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലും വെച്ചാൽ രുചി കുറവായിരിക്കും. ഒന്നുമല്ലെങ്കിൽ ഏറ്റവും നല്ലത് കൽച്ചട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് മൺകല. നല്ല മൺകല എടുത്ത് കഴുകി ഇതാക്കി വെച്ച് നമ്മളിങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചൂടായി വരുമ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്യണം. അതുവരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, പിരിഞ്ഞു പോകാതെ. എന്നിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കടുക് വറക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്വല്പം വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ വറുത്ത് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കണം. മീനൊക്കെ വറക്കം വെച്ച് മീനൊക്കെ വെക്കുമ്പോൾ ചേർക്കണ ഉലുവ വറുത്ത് പൊടിച്ചത്. അപ്പം കറി റെഡിയാവും. ഇത് പെട്ടെന്ന് തയ്യാറാക്കാം. പക്ഷെ മാമ്പഴം കസ്റ്റഡിയിൽ വേണം, അത് മാത്രമേ ഉള്ളൂ. അത് നാടൻ മാമ്പഴം മാത്രമേ കൊള്ളുകയുള്ളൂ. മൂവാണ്ടനോ മറ്റും വരവുമാങ്ങകളോ ഒന്നും കൊള്ളൂല. ഏറ്റവും നല്ലത് ചന്ദ്രക്കാരനാണ്. കാമ്പ് കുറവാണെങ്കിലും അതിൻ്റെ ടേസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നാട്ടുമാമ്പഴം. നമ്മുടെ ഈ നാട്ടുമാമ്പഴം സൂപ്പറാണ്. നല്ല ഇപ്പം തന്നെ ഒരു മണം വന്നില്ലേ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, ചൂടായി, അല്ലെങ്കിൽ പിരിയും. ഞാൻ കടുക് വറക്കാനുള്ള പണി നോക്കാം. കറിയായി, അതിന് കടുക് വറക്കാൻ തുടങ്ങും കേട്ടോ. അതിനൊരു തവ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകിടാം അതിലേക്ക്. നമ്മൾ വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്, കടുകിടുക കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ അങ്ങ് വെക്കാം, അപ്പം പിന്നെ പെട്ടെന്ന് ആയിക്കോളൂ. ഒരു നുള്ളു കടുകും ഒരു 4-5 ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ കുറച്ചാ ഇട്ടേക്കണം. എന്നാന്ന് വെച്ചാൽ ഉലുവ പൊടി ചേർക്കണുണ്ട്. അത് കാരണം ചിലർ ഈ മാമ്പഴക്കറി വെക്കുമ്പോൾ ഇല്ലേ, മാമ്പഴക്കറിക്ക്
മാമ്പഴക്കറിക്ക് ചിലപ്പോൾ ഇത് പുളിപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പഴുക്കാത്ത ഇതാണെങ്കിൽ പുളിപ്പ് കൂടി പോകും. അന്നേരം നമ്മൾ ഇച്ചിരി മധുരം ചേർത്താൽ മതി, പഞ്ചസാര. ഉള്ളി ഇടുക കേട്ടോ, അത് വറക്കാനുള്ളത്. ഒരു 5-6 ചുമന്നുള്ളി അരിഞ്ഞതും 1-2 വെളുത്തുള്ളിയും ചേർത്താൽ മതി. അരപ്പിന് വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കണമല്ലോ. മോരുകറിക്ക് വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്, ചുമന്നുള്ളിയിലും കൂടുതൽ. ഇനി നമുക്കിതിലേക്ക് മൂപ്പായി തുടങ്ങി ഒരു 2 വറ്റൽമുളക് കീറിയതും കൂടെ ഇട്ടു കേട്ടോ. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് മൂപ്പായി നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മുടെ കൊതിയൂറും മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ വിഷുക്കാലത്ത് മാമ്പഴമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രുചിയേറുന്ന ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ തൊട്ട് താഴെ കുഞ്ഞ് ഒരു റെഡ് ലെറ്റേഴ്സിൽ സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങളായിട്ട് മൊമ്മാസ് കിച്ചൺ ഇനി വീണ്ടും വരുന്നുണ്ട്. സബ്സ്ക്രൈബ് എന്ന ഓപ്ഷന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ ഓരോ തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സമയത്തും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഇനിയും ഒരുപാട് ട്രഡീഷണൽ ഡിഷസ് ആയിട്ട് മൊമ്മാസ് കിച്ചൺ വീണ്ടും വരുന്നുണ്ട്. വീണ്ടും കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. വിഷുക്കാലത്ത് കഴിക്കാൻ ഒരു അടിപൊളി ട്രഡീഷണൽ മാമ്പഴപ്പുളിശ്ശേരി ഇനി നിങ്ങളുടെ അടുക്കളയിലും റെഡി മണി.